വാർത്തകളിലേക്കാണ്. വിമാനത്തിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ജാർഖണ്ഡിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര വൈകുന്നു. ദിയോഗർ വിമാനത്താവളത്തിലുള്ള വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, വിവരങ്ങൾ നൽകാം. സ്വാതി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തു വരുന്നത്. സാങ്കേതികപരമായിട്ട് പ്രധാനമന്ത്രി വിമാനത്തിലെ സാങ്കേതിക തകരാറുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഡൽഹിയിലേക്കുള്ള മടക്കയാത്ര വൈകുന്നു എന്നാണ് PMO അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഏത് തരത്തിലുള്ള സാങ്കേതിക തകരാറിന് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്ന തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും പകരം വിമാനം എത്തിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും പ്രധാനമന്ത്രിയുടെ യാത്ര ഏതായാലും 2 മണിക്കൂറായി വൈകിയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വാതി, ശരത് ലാൽ, വീണ്ടും ഇത് പരിഹരിച്ച് പ്രധാനമന്ത്രിക്ക് എപ്പോഴേക്ക് മടക്കയാത്ര സാധ്യമാകും? ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പ്രധാനമന്ത്രിക്ക് പകരം സംവിധാനം ഏർപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം, അതേപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസും. ഏതായാലും സാങ്കേതിക തകരാർ പൂർണ്ണമായി പരിഹരിച്ച ശേഷം മാത്രമേ, അത് പരിശോധിച്ച ശേഷം മാത്രമേ പ്രധാനമന്ത്രി ഈ തകരാറുള്ള വിമാനത്തിൽ യാത്ര തിരിക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത്തരമൊരു പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് ഇത്തരമൊരു തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഏതായാലും സാങ്കേതികമായി എന്താണ് തകരാർ എന്ന കാര്യവും വ്യക്തമല്ല. ഏതായാലും ഡൽഹിയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധന്മാർ ജാർഖണ്ഡിൽ എത്തിയിട്ടുണ്ട്, വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പട്ടാളത്തിന്റെയോ അല്ലെങ്കിൽ സൈന്യത്തിന്റെ വിമാനത്തിൽ പ്രധാനമന്ത്രിയെ തിരിച്ച് ഡൽഹിയിൽ എത്തിക്കേണ്ടി വരുമോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ട കാര്യം. എന്നാൽ വിമാനത്തിന്റെ തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. സ്വാതി, ശരി ശരത് ലാൽ.